മൂർത്തിയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കാനേ പറയും. പ്രാർത്ഥന കൊണ്ടെല്ലാം നേടാൻ. അപ്പോൾ നല്ല വിജയം, തിളക്കമാർന്ന വിജയം സമ്മാനിക്കാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഭഗവാന്റെ പേര് പോലും ഉച്ചരിച്ചാൽ കേസ് കൊടുക്കാൻ പുറത്ത് ആൾക്കാർ കാത്തു നിൽക്കുന്നു. സാമുദായിക ജാതി ചിഹ്നങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. എവിടെയൊക്കെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എങ്കിലും അത് മാക്സിമം അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ സ്തുതി പോലും ചൊല്ലാൻ. അത്രയ്ക്ക് സ്വാതന്ത്ര്യമാണ് നമുക്ക് വളരെ ഉന്നമെച്ചെന്ന് തന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് സ്വർണം വാങ്ങിയ സമയത്ത് ആദ്യം ഇതെല്ലാം ഒന്ന് തിരഞ്ഞെടുത്ത് വയ്ക്കാൻ വേണ്ടി എൻ്റെ ഭാര്യ അവർ പല കടകളിലും പോയി. ഹൈദരാബാദിൽ ഒരു കടയിൽ കണ്ട ഒരു മുദ്ര അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഭാര്യയുണ്ട് കൂടെ, അനുജനുണ്ട് കൂടെ, പിന്നെ സമ്പന്ന സഹചാരി അദ്ദേഹത്തിൻ്റെ ജീവരക്ഷകൻ എന്ന് തന്നെ പറയും. അങ്ങനെ ഉള്ള ആളും എല്ലാം കൂടെ ചേർന്ന ഒരു മുദ്രയാണ്. അതിലൊരു ക്യാമറയ്ക്ക് ക്ലോസൊന്നും എടുക്കത്തില്ലെങ്കിൽ ഞാൻ കാണിക്കാം. അതിപ്പോൾ ഞാൻ മറച്ചു വെച്ചിട്ടുണ്ടാണ്. എനിക്ക് ഇതിനെ ഒഴിവാക്കാനൊക്കെ മറച്ചു വെച്ച് മുമ്പ് അതൊക്കെ പേടിച്ചിട്ട്, കാരണം ആരാ കേസ് കൊടുക്കാന്ന് അറിയില്ല. അപ്പോൾ ആ ഒരു ചുറ്റുപാടിൽ ഞാൻ വന്ന് എൻ്റെ ആരാധനാ പ്രവൃത്തി ക്ഷേത്രങ്ങളെ ഞാൻ മാനിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് അങ്ങനെ വോട്ട് ചോദിക്കുന്നതും വലിയ ആചാര ലംഘനമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവരുമെല്ലാം മനുഷ്യരാണ്. അവരെല്ലാം ഈ ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജനാധിപത്യം ദൈവാനുഗ്രഹത്താൽ ശുദ്ധമായി തന്നെ മുന്നോട്ട് എല്ലാ മനുഷ്യർക്കും നന്മ നൽകുന്ന ഭരണകർത്താക്കളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഈശ്വരൻ അനുഗ്രഹിക്കണം. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് സ്വാമിജി പറഞ്ഞതുപോലെ പ്രാർത്ഥന നിൽക്കുന്ന ആളാണ്. അപ്പോൾ പല കാര്യങ്ങളും മനസ്സിലാക്കി, പലതിനും പ്രതിവിധിയല്ല, എന്നാലും അതിൻ്റെ തുടക്കം കുറിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അവസരം എനിക്ക് തരണം. അതിന് ഈശ്വര കടാക്ഷത്തിന് വേണ്ടി